ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മളുടെ വീട്ടിലിരുന്നിട്ടാണ് കേട്ടോ. പക്ഷേ രാവിലെ ഞാൻ നിഹാരയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് തൊട്ട് നമുക്കിന്ന് തുടങ്ങാം നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നടന്ന ഒരു ദിവസം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മുടെ പാച്ചുട്ടൻ ഇങ്ങനെ ഓരോ കള്ളിയും 1 2 3 എണ്ണി നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അനൂപുണ്ട്, നൈറ്റിൽ ഉള്ള ഒരു മോനുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് അവനെ പരിചയപ്പെട്ടെ. കണ്ട വഴിക്ക് അവൻ്റെ മേൽ കയറി അന്ന് തൊട്ട് അവൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മുടെ പാച്ചു ഒരു വൈകുന്നേരം കാണുള്ളൂ, എന്നാലും അവർ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടുപ്പായി. അങ്ങനെ ഇന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ പാച്ചുവിന് ഗിഫ്റ്റ് കൊടുത്ത് വെച്ചത് അപ്പാപ്പൻ്റെ കയ്യിൽ. അപ്പോൾ പാച്ചു എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പാപ്പ അത് എടുത്ത് കൊടുത്തപ്പോൾ എന്താ സന്തോഷം. അപ്പോൾ ചേട്ടനും ഉമ്മയും താങ്ക്യും ഒക്കെ പറഞ്ഞു കേട്ടോ. കുട്ടിയും ചേട്ടൻ കണ്ടിട്ടില്ല, ചേട്ടൻ ഈ വീഡിയോ കൂടെ കാണേണ്ടി വരും. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച നൂലപ്പം വെച്ചിട്ടും അപ്പോൾ ചോദിച്ചപ്പോൾ ഈ ഇതിലുള്ള പോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റാട്ടോ ഇവിടുത്തെ. അപ്പോൾ ഡിവൈന് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചേച്ചിയുടെ കൈപ്പുണ്യം ഭയങ്കര, മമ്മി ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ്, മീൻകറി കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മീൻകറി കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു ശനിയോ ഞായറോ ആണെന്ന് തോന്നുന്നുണ്ട് മീൻകറിയുടെ ദിവസം. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കണം ഈ മീൻകറിയും അവരുടെ എല്ലാതും. അങ്ങനെ രാവിലെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കൃത്യമാണ്. രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ. കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാച്ചു മുറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ രാവിലെ ഡോക്ടർ വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോൾ കാണിച്ച ഓഫീസിൻ്റെ അവിടുത്തെ ഷെൽഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പേരൊക്കെ എന്താ പറയുക ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണാൻ പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടി ഡോക്ടേഴ്സും സീനിയർ ഡോക്ടറും കേട്ടോ. നല്ല ഡോക്ടേഴ്സ്, നമുക്ക് എന്ത് വിശേഷവും പറയാൻ പറ്റുന്ന 2 കുഞ്ഞുമക്കളും ഒരു ഡോക്ടറും. 3 പേരും ഡോക്ടേഴ്സാണ്. പക്ഷേ എന്താ പറയുക, കുഞ്ഞുമക്കൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ചെറിയ കുട്ടികളാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു, ഡിമ്പിളുടെ വിശേഷങ്ങൾ. പിന്നെ ഇവർ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടാണ് പറയുക എന്ത് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തത് എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മളുടെ കുതിരകളെ അഴിച്ചിട്ടിരിക്കണം. അപ്പോൾ ഞാൻ വേഗം പാച്ചുവിനെ പോയിട്ട് വിളിച്ചെങ്കിലും ഡിമ്പിൾ പറഞ്ഞു വേണ്ട മമ്മി, കാരണം പാച്ചുവിന് അങ്ങനെ പേടിയൊന്നുമില്ല. പാച്ചു ഓടി അതിൻ്റെ മുമ്പിലേക്ക് ചെല്ലും. തോമുവാണെങ്കിൽ അവന് പേടിയാണ്, അവൻ മുന്നിലേക്ക് പോവില്ല, അവൻ ഇവിടെ നിന്ന് കാണുള്ളൂ. പാച്ചു അങ്ങനെയല്ല, ചിലപ്പോൾ അവരുടെ കൂടെ ഓടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ഇനി ഡിമ്പിളിന് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് പിന്നത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ് ഇപ്പം ഡിമ്പിൾ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കില്ല. ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാണല്ലോ, അത് ഡിമ്പിൾ വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടി ഒതുക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണ്. നമ്മളെന്തായാലും ചെല്ലുമ്പോൾ ആ ബോക്സിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം, നമുക്ക് എടുക്കാൻ സൗകര്യത്തിന്. അപ്പോൾ ഡിമ്പിൾ ചെയ്യുന്ന പണിയാണ് ഈ സാരി ബോക്സിനകത്താണ് സാധനങ്ങൾ വെക്കുക. എന്നിട്ട് ഈ സാരി ബോക്സ് നേരെ അലമാരിയുടെ ഉള്ളിലേക്ക് വെക്കുക ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ പോകാനുള്ള ഒതുക്കലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ടോയ്സും ബുക്സും അവന് എന്താ പറയുക മറ്റേ ബാറ്ററി ഇട്ടിട്ട് പറഞ്ഞ ഒരു ബുക്കുണ്ട്. അപ്പോൾ അതിന് ബാറ്ററി വാങ്ങിക്കാൻ ഇന്നലെ ഇവർ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഡിമ്പിൾ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ പോയ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ബാക്കി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ബാക്കി ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തുണികൾ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിന് അമ്മ പോകുമ്പോൾ അറിയാം അമ്മ ഇതിനാണ് പോണത്, ഇപ്പം തിരിച്ച് വരും എന്നൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന് നമ്മളുടേതായ സാധനങ്ങൾ എടുത്ത് മാറ്റി ഇവിടെയുള്ള സാധനങ്ങൾ അവിടെ വെച്ചു. അപ്പോഴേക്കും ഇങ്ങനെയാണ് കേട്ടോ വാഷ് ചെയ്തിട്ട് കൊണ്ടുവരിക. ഭയങ്കര ചൂട്ടോടെ കൊണ്ടുവരിക, ഡ്രയറിൽ നിന്ന് നേരെ എടുത്ത് കൊണ്ടുവരിക ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് ബക്കറ്റിൽ വെച്ചു. അപ്പോൾ ഈ ചെറിയ ബക്കറ്റ് വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ണികളുടെ തുണികളുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല, ഞാനൊരു ഇതിനകത്ത് തന്നെ ഇടുക ചെയ്തത്. അങ്ങനെ വേഗം കൊണ്ടുവരും കേട്ടോ അവർ. അത് കൊണ്ടുവന്ന് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് അതാത് സ്ഥാനങ്ങളിൽ വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് മറ്റേ റൂം, അതായത് മറ്റേ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, പിന്നെ നമ്മളുടെ ലോണ്ട്രി ബാസ്ക്കറ്റ്, അതാണ് അവിടെ. പിന്നെ അഴയ്ക്ക
പിന്നെ സ്റ്റാൻഡ്, അതൊക്കെയാണ് ആ ഒരു റൂം. പിന്നെ ഇപ്പുറത്തെ റൂമാണ് നമ്മുടെ ബാത്റൂം. ഇതാണ് ഫുൾ നമ്മുടെ റൂം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ അറിയാലോ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങളെന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേക്കും അവിടെ നിന്ന് ചേച്ചിമാരുടെ വർത്തമാനമൊക്കെ കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ നമ്മൾ പുല്ല് വെട്ടിയത് കണ്ടില്ലേ, അതൊക്കെ അടിച്ചു കൂട്ടി കൊണ്ടുപോകണത്. അപ്പോൾ അത്രയും എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഭയങ്കര ക്ലീനാക്കിയിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഇന്ന് അപ്പോഴേക്കും ഉച്ചയിലത്തെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയിട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് ഡിംപിൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് കഴിഞ്ഞിട്ട് പിന്നാലെ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞിട്ട് ഡിംപിളിന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് സമയം വല്ലാണ്ട് വേസ്റ്റ് ആവില്ല. അപ്പോൾ ശരിക്ക് 1 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ സൗകര്യമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ചാർട്ട് ചെയ്തതാട്ടോ. അപ്പോൾ ഇതാണ് ബാത്റൂം. ഭയങ്കര ഫ്രഷാണ് കേട്ടോ ബാത്റൂം. ഫ്രഷ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ഫ്രഷായിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളമുണ്ട്, പച്ചവെള്ളമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങേ റൂമിലാണ് ഇപ്പോൾ ഈ കാണുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളും, അഴയ്ക്ക, പിന്നെ മറ്റേ ഡ്രയറ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഈ 2 റൂമാണ് ഒരു വലിയ റൂമിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതായത് ഒരു 2 റൂമിൻ്റെ സ്ഥലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കായാലും തങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അവിടെ. പിന്നെ ഇത് കബേർഡുകൾ, ഫുൾ കള്ളികളായിട്ടുള്ള നല്ല കബേർഡ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കയിലൊക്കെ നോക്കി, നമുക്ക് സാധാരണ മൊബൈൽ ചാർജർ ഇതൊക്കെ കിടക്കയിലടിയിൽ വെക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ നോക്കി എല്ലാതും ഒന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വേഗം പുറപ്പെടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡാഡി ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് പോലെയാണ് കേട്ടോ. ഡാഡി അവിടെ ഇരിക്കും, അത് കഴിഞ്ഞ് പാച്ചുവിന് ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവന് ഇഷ്ടമായി ഈ പ്ലേറ്റിൽ ഇങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡിംപിളും ഡ്രസ്സൊക്കെ മാറി, ഞാനും ഡ്രസ്സ് മാറി. ഞങ്ങളിത് 1:25 ആകുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് പരിപാടികൾ, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇറങ്ങണതിന് മുമ്പ് ജസ്റ്റ് എല്ലാ ഇതൊന്നും നോക്കി. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീട്ടിലായാലും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുക. കാരണം എല്ലാവരും ഉള്ളപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പോവും. അപ്പോൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഓടിച്ചിട്ടൊരു നോട്ടമാണ്. അപ്പോൾ അത് നമ്മളെന്നല്ല, വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത് നല്ലത്. നമ്മളവിടെ എങ്ങനെ പോയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴായാലും ഒന്ന് നോക്കുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ ഡിംപിൾ ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാൻ പോയി. ഞാൻ കാറിലിരുന്ന് പറഞ്ഞോളൂ, അവർക്കറിയാം. കാരണം ഇവിടെ നിന്ന് പാച്ചുവിനെ ഇറക്കി വിട്ടപ്പോൾ നേരെ കിച്ചണിലേക്ക് എത്തുന്ന. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഇവിടേക്കൊന്ന് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. കാരണം ഇവിടെ ഒരു വട്ടം വന്നവർ വീണ്ടും വീണ്ടും വരണം എന്ന് തോന്നും. കാരണം വേറെ ഒരു അല്ലല്ലോ അൾട്ടോ ഒന്നുമില്ല. ഇപ്പം മെഡിസിൻസ് ആയാലും നമ്മുടെ റൂമിലേക്ക് കൊണ്ടുതരും. ആ ഒരു ഉഴിച്ചിലിൻ്റെ നേരത്ത് മാത്രം നമ്മളന്ന് പോകണു. തുണികൾക്ക് വാഷ് ചെയ്യാനോ ഒന്നിലും ഒരു തടസ്സമോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നന്നായി എന്ന് പറയുക, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്കും കുട്ടിക്കും സുഖമായിട്ട് അവിടെ പോയിട്ട് ഒരു എന്താ പറയുക പ്രശ്നങ്ങളും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഞങ്ങളത് ഡിവൈൻ ചാക്കോച്ചനെയും കൊണ്ട് പോയപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത്. അതുവരെ നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആലുവയിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് സിസ്റ്ററുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി സിസ്റ്ററെ കണ്ടു. കുറച്ച് നേരം അവിടേക്ക് നിന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ പാച്ചുവിന് അവിടെയും ഒരു കുഞ്ഞു ചേച്ചീനെ കൂട്ട് കിട്ടി. അപ്പോൾ കുഞ്ഞു ചേച്ചിയായിട്ട് കളിയും ചിരിയും വർത്താനമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഉണ്ടായ മാമ്പഴം ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മാംഗോ ജ്യൂസ് നമ്മൾ പറയില്ലേ, ഇവിടെ നമ്മൾ വല്ലയിടത്തുനിന്നും കൊണ്ടുവരുമ്പോൾ പൾപ്പടിക്കില്ലേ അത്. പിന്നെ നല്ല ചൂടാ പഴംപൊരി, നല്ല ടേസ്റ്റുള്ള പഴംപൊരി. പക്ഷേ ചൂടുകൊണ്ട് എനിക്ക് ഒരെണ്ണം തിന്നാൻ പറ്റുള്ളൂ. തിന്നണമെന്നുണ്ടായിരുന്നു, എനിക്കിഷ്ടമാണ് കേട്ടോ പഴംപൊരി. ഡിംപിൾ പിന്നെ ഇതൊന്നും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ശരിക്കും എനിക്ക് തോന്നുന്നു 4 മണി 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ എത്താറായിട്ടുണ്ടായിരുന്നു. 5-5:15 ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തി. കുറച്ചും കൂടി നേരത്തെ എത്തി തന്നെ, പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടയാളം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ടോള് കഴിഞ്ഞാൽ പിന്നെ അതേ നമ്മുടെ ലുലു മാളാണ്, ഹൈലൈറ്റ് മാളാണ് അടയാളം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളുടെ സെൻറ്ററാണ്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, ലുലുവിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാന്ന് പറയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും കേട്ടോ. അങ്ങനെ ഒരു 3 ദിവസം പോയില്ലെങ്കിലും നമ്മളുടെ മനസ്സിൽ കുറേ നാളായ പോലെ. അപ്പോൾ വരുമ്പോൾ നമ്മളവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസും പഴംപൊരിയൊക്കെ തിന്നു. ഡിംപിളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി നമ്മുടെ ബജ്ജിക്കാരൻ്റെ നിന്ന് കുറച്ച് ബജ്ജിയൊക്കെ വാങ്ങി. അപ്പോൾ ഡിവൈനും കുട്ടികളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങളിതാ അവിടേക്ക് എത്തിയപ്പോൾ എന്താ പറയുക, ശരിക്കും തിങ്കളാഴ്ച ഉച്ച തിരിഞ്ഞ് പോയിട്ടുള്ളൂ. ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ഇന്ന് എത്തി. പക്ഷേ നമുക്ക് ഏതാണ്ട് കുറേ നാൾ പോയ പോലെ, നമ്മളെത്ര സൗകര്യമുള്ളിടത്ത് നിന്നാലും നമ്മളുടെ വീട്ടിൽ വന്ന് നമ്മുടെ റൂമിൽ വന്ന് നമ്മൾ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കിടന്നുറങ്ങുമ്പോഴത്തെ സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓടി വന്ന് എൻ്റെ മുറിയിലേക്കാണ് വന്നത്. കാരണം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും ഒക്കെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പിള്ളേർസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനമാണ് ഈ കേൾക്കണത്. അങ്ങനെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നേരം അവരുടെ കൂടെ കുറച്ച് നിന്നപ്പോൾ അവർക്കും ഒരു സമാധാനം. നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ കാണാണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷവും ഇവർക്ക് പറയാനറിയില്ലല്ലോ. അപ്പോൾ കിയയുടെയൊക്കെ എന്തെന്നാ പറയുക, കിയക്കൊക്കെ സഹിച്ചുകൂടാ കിടന്നിട്ടുള്ള ബഹളം അതാണ് ഈ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ആളിൽ കിയയ്ക്ക് എപ്പോഴേന്ന് വെച്ചാൽ കിയേനെ ഫസ്റ്റ് നമ്മൾ തൊടണം. അങ്ങനെയാണ് അവൾക്ക് ഭയങ്കര നിർബന്ധം. ഫുഡ് കൊടുക്കുമ്പോൾ അവൾക്ക് ഫസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണ്. ചിന്തൂര് പിന്നെ അങ്ങനെയൊന്നുമില്ല. ചോട്ടൂന് പിന്നെ ആ ശേഷവും ഇല്ല. അങ്ങനെയാണ്. ചിന്തൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം ഒരു ഉരുള കൂടുതൽ കിട്ടിയ ഇത്തിരി സന്തോഷം. അങ്ങനെയാണ് ചിന്തൂൻ്റെ കാര്യം കേട്ടോ. ചോട്ടു പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിലേക്കുമില്ലാത്ത ഒരു പാവ. അവനാണ് ആൺകുട്ടി, പക്ഷേ അവന് ഒന്നിലേക്കുമില്ല ഒരു നിർബന്ധം. ഇവരൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയാൽ ഞാൻ തിന്നാം, ഇവരെ സ്നേഹിച്ചിട്ട് ബാക്കി എന്നെ വിളിച്ചാൽ ഞാൻ വരാം. അങ്ങനെ ഒരു പ്രകൃതിയാണ് ചോട്ടുവിൻ്റെ കേട്ടോ. അങ്ങനെ അവർക്ക് എല്ലാവർക്കും 3 പേർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള കൊറിയറുകൾ. അപ്പോൾ നമ്മൾ 2 ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഡിവൈൻ അടുത്തത് കൊറിയർ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ കൊറിയർ 3-4 പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിമ്പിളിനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അങ്ങനെ ചാക്കോച്ചനും തോമും ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ കണ്ടപ്പോഴത്തെ ഒരു സന്തോഷമാണ്. ഡാഡിയുടെ ചുറ്റൊന്നും പോകണ്ടായിരുന്നില്ല. അപ്പോൾ പറയായിരുന്നു ഡാഡി എന്ന് വിളിച്ചിട്ടുള്ള ബഹളമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ വേഗം കാപ്പി വെച്ചു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര പുറത്തുനിന്ന് എത്ര 5 സ്റ്റാർ എന്ന് കഴിച്ചാലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു കട്ടൻ കുടിക്കുന്ന ആ ഒരു സുഖം എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ കേട്ടോ. പുറത്തുനിന്ന് എത്ര കഴിച്ചാലും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ഒന്നെങ്കിൽ ഒരു കട്ടൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കഞ്ഞി ഉപ്പേരിയും എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു സുഖമാണ്. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു, നിങ്ങളില്ലാത്തപ്പോൾ ഇവിടെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. തോമും ഇങ്ങനെ ചുരുണ്ട് കൂടി ഒരു വശത്ത് കിടക്കുക, അപ്പോൾ ചാക്കോച്ച് ഇങ്ങനെ നടക്കുക, ഒരനക്കം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ഇത് ഞാൻ വരുത്തിച്ചതാണ് കേട്ടോ, ഓൺലൈനിൽ നിന്ന്, മീഷോ എന്നാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. കാരണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സെറ്റും കൂടി വാങ്ങിയതാട്ടോ. കറക്റ്റ് എന്താ പറയുക, നമ്മൾ അറിയില്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെന്ന് തോന്നില്ല കേട്ടോ, അതുപോലെ ഭംഗിയുണ്ട്. അങ്ങനെ സന്ധ്യ നേരമായി, ഡോൺ നേരത്തെ വന്നു. അങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡി പോയിട്ട് വന്നു, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവർ 2 പേരെ കാണാനില്ല. വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് സ്റ്റിക്കർ എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊട്ടിക്കുക, തോമും അതിൻ്റെ ഫോട്ടോസ് എടുക്കുക. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അംഗം. കണ്ണ് തെറ്റിയ പാച്ചു അതെ, ചാക്കോച്ചനും അതെ, അവരാണ് സെറ്റുകാർ. അവർ പോയിട്ട് ഇങ്ങനത്തെ ഓരോ പണികൾ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തൊന്നല്ലല്ലോ ചെയ്ത, സ്റ്റിക്കറല്ല ഒട്ടിച്ചേ, സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ ടാപ്പ് തുറന്നിട്ടോ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് 2 ആളും കൂടി ഒപ്പിക്കും കേട്ടോ. അങ്ങനെ ചാക്കോ പറയണ എൻ്റെ ഡാഡി, എൻ്റെ ഓച്ചു, എൻ്റെ മമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ് കേട്ടോ. അവസാനം ഡാഡിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നാൽ പിന്നെ ഓച്ചയും കോച്ചു കിട്ടിയതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഓച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് നിന്നു. അങ്ങനെ എന്താ പറയുക, അവൻ അങ്ങനത്തെ ഒരു പ്രകൃതിയുള്ള കുട്ടിയാണ് കേട്ടോ. ഭയങ്കര അവൻ എക്സ്പ്രസ് ചെയ്യും, അവൻ നമ്മളോടുള്ള ഇഷ്ടം അവൻ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ ഞാനും ഡാഡിയും കൂടിയിട്ട് ഓർഡറുകളും കാര്യങ്ങളും എടുക്കലും കുറേ പ്ലേറ്റ് ചെയ്തത് കൊണ്ടുവന്നു. 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു. പോസ്റ്റിങ് നടന്നിരുന്നെങ്കിലും പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരലും പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് പട്ടിക്ക് ചോറ് വെച്ചാട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും ഇരുന്നു. ഡിംപിൾ എനിക്ക് പാക്ക് ചെയ്യാൻ സഹായിച്ചു. ഡിവൈൻ കിച്ചണിൽ ചിക്കൻ കറി വെച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു, നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞ് അവരൊക്കെ കിടന്നു. അപ്പോൾ ഞാൻ ഇവർക്ക് ഉള്ള ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത്, അപ്പോൾ ഇന്നത്തെ നനയും കാര്യങ്ങളൊക്കെ ഡിവൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ മഴ പെയ്തെങ്കിലും ഇവിടെ മഴ പെയ്തുകൊണ്ട് നനയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു പോർഷൻ മാത്രം മഴ കൊള്ളുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ നനയ്ക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാന്ന് തോന്നുന്നുണ്ട്, 3 ദിവസം കൊണ്ട് എല്ലാ ചെടികളും കുറേ വലുതായ പോലെ തോന്നി. കണ്ടോ, ഇത് ഫുള്ള് അറ്റം വരെ പടർന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ആവാം 3 ദിവസം കൊണ്ട് മണി പ്ലാന്റ് പെട്ടെന്ന് ആവും. പ്രത്യേകിച്ച് ഞാൻ
കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് മണി പ്ലാന്റിന് എന്താ ചെയ്യാറെന്നുള്ളത്. ഒന്നുമില്ല, മുട്ടത്തോടുണ്ടല്ലോ, നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ആ തോട് പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് ഉണക്കിയാൽ നല്ലത്, മണമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യാറ് ഒന്ന് വെയിലത്തൊന്ന് വെച്ച് ഉണക്കും, അല്ലെങ്കിൽ ഒന്ന് കമത്തി വെച്ചാൽ മതി. എയർ പാസ് ചെയ്യണം, ഇങ്ങനെ ഇതാവരുത്. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് മിക്സിയിലെടുത്ത് ഒറ്റ പൊടി. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കൂടും. ഇത് ഒരേ സ്പൂണൊന്ന് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ അവിടെ ഇങ്ങനെ കല്ല് പോലെ കിടന്നിട്ട് അത് നശിച്ചു പോകും. അപ്പോൾ മണ്ണിലൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മണി പ്ലാന്റിന് അതാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറയാനായിട്ട്. അങ്ങനെ ഞാൻ സാധാരണ രാവിലെയാണ് മാതാവിനെ മെഴുകുതിരി കത്തിക്കാറ്. രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ പതിവില്ലാണ്ട് മെഴുകുതിരി കത്തിച്ചു. കാരണം ഇന്ന് രാവിലെയും ഇന്നലെയും ഒന്നും എനിക്കത് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നടയിൽ നിന്ന് കുരിശ് വരച്ച് എവിടേക്കെങ്കിലും പോകുമ്പോഴും അവിടെ കുരിശ് വരച്ച് അങ്ങനെ ഒരു ശീലമായിട്ട് എനിക്കും ഇപ്പോൾ ഡിമ്പിളിനും അങ്ങനെ തന്നെയാണ്. ഡിമ്പിളും നമ്മൾ കാണിക്കുന്നതല്ലേ അവരും കാണിക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ഇറങ്ങുമ്പോൾ കുരിശ് വരച്ചിട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു നട മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അടുക്കളയിൽ വരുമ്പോൾ മാതാവിനെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഭയങ്കര നിർബന്ധമുള്ള കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോഴുള്ള ഒരു വിഷമമാണ്. അങ്ങനെ കുട്ടികളൊക്കെ കിടന്നുറങ്ങി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇത് പൊട്ടിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ സുലു തന്നയച്ചതാണ്. സുലു നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നയച്ചതാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള സ്വീറ്റ്സും എന്നോട് പറഞ്ഞായിരുന്നു. സർപ്രൈസായിട്ടാണ് വിട്ടത്, പക്ഷേ ഞാൻ അവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് ഇവിടെ റിസീവ് ചെയ്യാനായിട്ട് എന്തായാലും ആൾ വേണമല്ലോ. അപ്പോൾ പിന്നെ എന്നോട് പറയാണ്ട് പറ്റില്ലല്ലോ വെച്ചിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ളത് സ്വീറ്റ്സും കുറേ അത്തറും ഊതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ അത്തറും ഊതൊക്കെ. സംഭവം എനിക്കിഷ്ടമാണെന്നുള്ളത് സുലുവിന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ പറയില്ലേ, ചില മനസ്സിനറിയാമെന്ന് പറയില്ല, അങ്ങനെ മനസ്സറിഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനും ആൻസനാണ് ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. ഊതും മറ്റേ അത്തറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മറിയം എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡിമ്പിളും പറഞ്ഞു, മമ്മി ഇത് അധികം വൈകാണ്ട് യൂസ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ഒരു പൊട്ട ശീലമാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്നും ഉപയോഗിക്കില്ല, ഞാനൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറ് പതിവ് കേട്ടോ. പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണ്, അതിങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് പെർഫ്യൂമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തുണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് കുട്ടികളായാലും ഡാഡിയായാലും എപ്പോഴും പറയും, മമ്മി ഇങ്ങനെ ചെയ്യല്ലേ, മമ്മി ഉപയോഗിച്ചിട്ട് തീർക്കുക എന്ന് പറയും. നമ്മുടെ ഉർവശിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, പണ്ടത്തെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം, മറ്റേ കടിഞ്ഞൂൽ കല്യാണത്തിലാന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ ആ ബ്രഷ് മാവുമ്മ എറിഞ്ഞ കല്ല്, ഈ പറഞ്ഞ പോലെ എന്നെ ഇവരൊക്കെ കളിയാക്കും. കാരണം എൻ്റെ കയ്യിൽ പഴയത് തൊട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിച്ച് നശിപ്പിച്ച് കളയല്ലേ ചെയ്യുക. നശിപ്പിക്കല്ല, ഉപയോഗിച്ച് കളയുക ചെയ്യുക. ഞാനത് തിരിച്ചാണ്. ഞാനതിങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ ഇരിക്കും. എനിക്കത് ഉപയോഗിക്കാനേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാണ്ടല്ല, എൻ്റെ മനസ്സിൽ അതെന്നും അവിടെ ഉണ്ടാവണമെന്നാണ്. ഒരിക്കൽ ലത ഒരു ട്രേ കൊണ്ടുവന്നിട്ട് എന്നോട് വഴക്ക് കൂടിയിട്ട് ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഡിമ്പിളും പറഞ്ഞു, അത് ഇഷ്ടമില്ലാണ്ടല്ല, ഇഷ്ടക്കൂടുതലുകൊണ്ട് ഞാൻ എടുത്ത് വെക്കേണ്ടതാണ്. കാരണം എന്തോ എനിക്ക് അങ്ങനെയാണ്, പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണത്. അപ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയും, നശിപ്പിച്ച് കളയണത്, അത് ഉപയോഗിച്ച് നശിപ്പിക്കുക എന്ന് പറയും. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കും എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ട് എടുത്ത് വയ്ക്കാനാ. അപ്പോൾ ഇനി ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ നാളേക്കുള്ള പാക്കിങ്ങാണ് കേട്ടോ. കാരണം കണ്ടമാനം ദിവസമായി ഉണ്ടായിരുന്നു ഇത്. പക്ഷേ ആ മോൾക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറയാറില്ലേ, കുറേ പേര് പുറമേ നിന്ന് വരുന്നവർ നമുക്ക് ഓർഡർ ചെയ്ത് തന്നിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണത്. അപ്പോൾ ഇത് ഒറ്റ പീസ് വന്നിട്ടുള്ളതാണ്. ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അറിയില്ല എത്രത്തോളം വരും എന്നുള്ളത്. ബ്ലാക്ക് കൊമ്പാണ്, നല്ല ഭംഗിയുള്ള സംഭവമാണ്. ബ്ലാക്ക് അങ്ങനെ അധികം വരാറില്ല. അപ്പോൾ നമ്മളിതിൻ്റെ കമ്മലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും അതുപോലൊരു വെറൈറ്റിയാണ്. പല ഷേപ്പിലുള്ള കല്ലുകളാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു റോയൽ ലുക്കാണ് അതിന്. ഒരു 1 ലെയറും ഉണ്ട്, 2 ലെയറും ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് 3 ലെയറും 4 ലെയറും ഒക്കെ ആക്കാൻ വേണമെങ്കിൽ കേട്ടോ. നല്ല ഭംഗിയാണ് കണ്ടോ. ഓരോ നല്ല എന്താ പറയുക, നല്ല തരം കല്ലുകളാണ്. അപ്പോൾ എന്നാൽ അധികം വിലയില്ല, നല്ല കാണാനും നല്ല രസമാണ്. നല്ല നേരിയത് സിമ്പിളായിട്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ ഇടാനായിട്ട് പറ്റിയതാണ്. ഇത് സാൻഡ് സ്റ്റോണിൻ്റെ, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓവൽ ഷേപ്പ്, അതിൻ്റെ ഇടയിൽ
വെള്ള കല്ലും കൊണ്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ ഉള്ള നല്ല വള. ഇത് 2.8-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നത് ഞാൻ ഒതുക്കി വെക്കണോട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കുറച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ളതും ബാക്കിയൊക്കെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതും, അതായത് ഓർഡർ അനുസരിച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂഫിയുടെ ഞാൻ പറയാറില്ലേ മിൽക്കി വൈറ്റ് പോലെ ഉണ്ടത്, അതുണ്ട്. പിന്നെ സാധാരണ ക്രിസ്റ്റലിൻ്റെ അതിൻ്റെ കുഞ്ഞിതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിത് കുറേ കളറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മറ്റേ പേസ്റ്റൽ കളേഴ്സാണ്. എല്ലാത്തിൻ്റെയും എനിക്ക് തോന്നുന്നു വളകളും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായതുകൊണ്ട് ഇതിൻ്റെ അല്ല പറഞ്ഞ കേട്ടോ, ഈ വക സാധനങ്ങൾ നോക്കിയിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതൊക്കെ കളറുണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ആദ്യം പുതിയ ഒന്ന് നോക്കിയിട്ട് വേണം സ്റ്റോക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാലല്ലേ നമുക്കത് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്നുള്ളത് അറിയുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മറ്റേ പാലക്കയുടെ സെറ്റ്. ഭയങ്കര ഭംഗിയുള്ളൊരു വള, സ്പ്ലിറ്റ് ബാങ്കിളാണ് അത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിവുംപടി നമ്മുടെ കാപ്പിയൊക്കെ ചായയൊക്കെ 3 in 1 അതൊരു ഗ്ലാസ് എടുത്തു. അപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏതാണെന്ന്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കർത്താവ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ സംഭവം ഉടനെ കിട്ടി. ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറ്റും, ചിലത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എനിക്ക് പറ്റാറില്ല കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളുടെ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസത്തെ വന്നു. പിള്ളേർച്ചിൻ്റെ വണ്ടികളൊക്കെ ഒതുക്കി വെച്ചേക്കണു. ഞാൻ മെഴുകുതിരി രാവിലെ കത്തിക്കണ മെഴുകുതിരി ഇപ്പം കത്തിച്ചു, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി പതിയും പോലെ വീട്ടുവിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഇന്നും പല വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.